ശാസ്താംപൂവം ആദിവാസി ഉന്നതിയിൽ ലഹരിക്ക് മറുമരുന്നായി കായിക ലഹരി. ഫുട്ബോൾ, ഷട്ടിൽ, കാരംസ് തുടങ്ങിയ കളികളാണ് ആദിവാസി വിദ്യാർത്ഥികൾക്കായി ഉന്നതിയിൽ ഒരുക്കിയിട്ടുള്ളത്. കാഡർ വിഭാഗക്കാർ താമസിക്കുന്ന ശാസ്താംപൂവം ഉന്നതിയിലെ മുതിർന്നവർക്കിടയിൽ ലഹരി ആസക്തി വർദ്ധിച്ചുവരുന്നത് കണക്കിലെടുത്താണ് യുവാക്കളിലും കുട്ടികളിലും കായിക ലഹരി വളർത്തിയെടുക്കാൻ സാമൂഹിക പ്രവർത്തകനായ ജോയ് കാവുങ്ങൽ മുൻകൈയെടുത്ത് വനസംരക്ഷണ സമിതിയുടെ സഹകരണത്തോടെ പുതിയ ഉദ്യമത്തിന് തുടക്കം കുറിച്ചിട്ടുള്ളത്. അവധി ദിവസങ്ങളിൽ കുട്ടികൾ വനത്തിൽ പോയി അലഞ്ഞുതിരിഞ്ഞു നടന്ന് അപകടങ്ങളിൽ പെടുന്നത് ഒഴിവാക്കാനും ഇതിലൂടെ സാധിക്കും. ഏത് ഡിപ്പാർട്ട്മെന്റിന്റെ ഇതിലും ഇവരുടെ കാര്യങ്ങൾ വരുമ്പോൾ അതിലൊക്കെ ഞാനൊരു ഭാഗമാവാറുണ്ട്. പലതരത്തിലും വരുന്ന ഒരു വിമർശനം എന്താ പറയുക, അവിടേക്ക് എന്ത് ചെയ്തിട്ട് എന്താ കാര്യം, ഒക്കെ കള്ളുകുടിച്ച് കളയുള്ളൂ. അതാണ് അവരുടേത്. കുറേ പേര് കള്ളുകുടിക്കുന്നവരുണ്ട്, ഇതൊക്കെ നമുക്കറിയാം. എന്നാൽ അതില്ലാത്ത കുറേ പേരുണ്ട്, നന്നായിട്ട് ജീവിക്കുന്ന, ഇതിൻ്റെ ഉള്ളിൽ തന്നെ നന്നായിട്ട് മാതൃകാപരമായിട്ട് ജീവിച്ച് ഡെപ്പോസിറ്റ് ചെയ്ത് ജീവിക്കുന്ന ആൾക്കാരുമുണ്ട്. നമ്മൾ ലഹരി ഉപേക്ഷിക്കണം എന്ന് പറയാൻ എളുപ്പമാണ്, നൂറ്റാണ്ടുകളായിട്ട് അവരങ്ങനെയാണ്. അപ്പോൾ ആ ലഹരി ഉപേക്ഷിക്കണം എന്ന് പറയുമ്പോൾ നമ്മൾ അവർക്കൊരു ബദലുണ്ടാക്കി കൊടുക്കണം. അപ്പോൾ ഞാനിവിടെ വന്ന പിള്ളേരൊക്കെ ആയിട്ട് വന്നപ്പോൾ ഇവർക്ക് ഫുട്ബോളിനോടാണ് ഏറ്റവും കൂടുതൽ ആൺകുട്ടികൾക്ക് താല്പര്യം, ഫുട്ബോളിനോടാണ്. അപ്പോൾ നമുക്ക് എന്താ വെച്ച് കഴിഞ്ഞാൽ ഫുട്ബോളിൽ നിന്ന് തുടങ്ങിയിട്ട് എന്താ വെച്ച് കഴിഞ്ഞാൽ ആൺകുട്ടികളെ നമുക്ക് ഫുട്ബോൾ, അത് ആ ലഹരി അവരിൽ എങ്ങനെ എത്തുന്നു നോക്കാം. കഴിഞ്ഞ വർഷം ഉന്നതിയിലെ 2 കുട്ടികൾക്ക് വനത്തിനുള്ളിൽ വെച്ച് ജീവൻ നഷ്ടപ്പെട്ടിരുന്നു. ഏതാനും മാസങ്ങൾക്ക് മുമ്പ് വനവിഭവങ്ങൾ ശേഖരിക്കാൻ പോയ രക്ഷിതാക്കൾക്കൊപ്പമുണ്ടായിരുന്ന 5 കുട്ടികളെ ഉൾക്കാട്ടിൽ വെച്ച് കാണാതായിരുന്നു. വനപാലകരും സന്നദ്ധ പ്രവർത്തകരും ചേർന്ന് നടത്തിയ തിരച്ചിലിനൊടുവിൽ 3-ാം ദിവസമാണ് കുട്ടികളെ കണ്ടെത്തി സുരക്ഷിതരായി ഉന്നതിയിൽ തിരിച്ചെത്തിച്ചത്. ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കാതിരിക്കാൻ കൂടിയാണ് ഉന്നതിയിൽ കുട്ടികൾക്ക് കായിക വിനോദത്തിനാവശ്യമായ സൗകര്യങ്ങൾ ഏർപ്പെടുത്തിയത്. സംസ്ഥാന വനവികസന ഏജൻസിയുടെ സഹായത്തോടുകൂടിയാണ് നമുക്കിങ്ങനെ നല്ല രീതിയിൽ നല്ലൊരു ഗ്രൗണ്ട് ഉണ്ടാക്കാൻ സാധിച്ചത്. അത് നമുക്ക് വളരെയധികം ഗുണകരമായിട്ടുണ്ട്. കുട്ടികളൊക്കെ നല്ല രീതിയിൽ സഹകരിച്ച് എല്ലാ ദിവസവും വൈകിട്ട് ഇവിടെ ഒന്ന് കളിക്കാൻ പറ്റുന്നുണ്ട്. ലഹരി, മദ്യം അതിനൊക്കെ അടിമപ്പെട്ട ആൾക്കാരായിരുന്നു. ഇപ്പോൾ കുറച്ചുകൂടി ബെറ്ററായിട്ടുണ്ട്. ബട്ട് കുട്ടികൾക്ക് ആ സ്വഭാവം ഉണ്ടാവാതിരിക്കാനും അവർക്ക് വേണ്ട മെച്ചപ്പെട്ട ഇങ്ങനൊരു സൗകര്യം നമ്മൾ വനവകുപ്പ് ഉണ്ടാക്കി കൊടുക്കുന്നതാണ്. അവരെ നല്ലൊരു ടീം വാർത്തെടുത്ത് നമ്മൾ ജില്ലയ്ക്ക് പുറത്തും എല്ലാവിധ സംവിധാനങ്ങളും നമ്മൾ ഉണ്ടാക്കിയെടുക്കാനുള്ള എല്ലാവിധ സംവിധാനങ്ങളും നമ്മൾ ചെയ്യും. വിവിധ സംഘടനകളുടെ സഹായത്തോടെ ആവശ്യമായ കളിയുപകരണങ്ങളും സമാഹരിച്ചു. മികച്ച ഫുട്ബോൾ കളിക്കാരെ ഉന്നതിയിലെത്തിച്ച് ആദിവാസി കുട്ടികൾക്ക് ആവശ്യമായ പരിശീലനവും നൽകി. പെൺകുട്ടികൾക്കായി ഉന്നതിയിലെ അംഗനവാടി പരിസരത്ത് ഷട്ടിൽ കോർട്ട് ഒരുക്കി നൽകുകയും കമ്മ്യൂണിറ്റി ഹാളിൽ കാരംസ് കളിക്കാനുള്ള സൗകര്യം ഏർപ്പെടുത്തുകയും ചെയ്തു. അടുത്ത ഏതാനും വർഷം കൊണ്ട് മികച്ച ഫുട്ബോൾ കളിക്കാരെ സംഭാവന ചെയ്യാൻ ശാസ്താംപൂവം ആദിവാസി ഉന്നതിക്ക് സാധിക്കുമെന്ന പ്രതീക്ഷയാണ് സാമൂഹിക പ്രവർത്തകനായ ജോയ് കാവുങ്ങൽ പങ്കുവയ്ക്കുന്നത്. ഒപ്പം ലഹരിക്കടിമപ്പെടാത്ത പുതിയ തലമുറ ഇവിടെ വളർന്നു വരുമെന്നും പ്രതീക്ഷയുണ്ട്. TCV ന്യൂസ്, കൊടകര.